നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൂട്ടിയ മുറിയിൽ മരിച്ചുകിടക്കുന്ന ഒരാൾ. പുറത്ത് കാവൽ നിന്നവർ കണ്ടത് 12 അടി ഉയരമുള്ള ഒരു മുത്തപ്പൻ തെയ്യം 3-ാം നിലയിലെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി ഇരുട്ടിലേക്ക് ഓടി മറയുന്നതാണ്. വീണത് 35 അടി ഉയരത്തിൽ നിന്നാണെങ്കിലും ഒരു കരിയില വീഴുന്ന നിശബ്ദതയോടെ ആ രൂപം അപ്രത്യക്ഷമായി. ഇത് ദൈവത്തിന്റെ ശിക്ഷയോ അതോ മനുഷ്യന്റെ ക്രൂരമായ ബുദ്ധിയോ? സ്കോട്ട്ലൻഡ് യാർഡിലെ നിയമങ്ങൾക്കും പാലക്കാടൻ ബുദ്ധിക്കും പിടികിട്ടാത്ത കണ്ണൂരിലെ ആ ചുവന്ന ഉറഞ്ഞുതുള്ളനിന്റെ രഹസ്യം തേടി നമുക്ക് പോകാം. ലോകം തകർന്നു വീണാലും എവിഡൻസ് ബാഗുകൾ കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു ഡോക്ടറും കറുത്ത കാപ്പി കുടിച്ച് ശൂന്യതയിൽ നിന്നും സത്യം കണ്ടെത്തുന്ന ഒരു പോലീസുകാരനും ഇവരൊന്നിക്കുമ്പോൾ ഈ കേസ് വേറെ ലെവലാകും. ഡിവൈഎസ്പി രുദ്രൻ നായർ ആ മഹീന്ദ്ര ബൊലേറോയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അയാൾക്ക് 52 വയസ്സായി. അന്തരീക്ഷത്തിലെ ഈ പിശപിശപ്പും തണുപ്പും അയാളുടെ മുട്ടുവേദനയെ ഒന്നുണർത്തുന്നുണ്ട്. പക്ഷെ മുഖത്ത് ആ പാലക്കാടൻ കരിങ്കല്ലിന്റെ ഉറപ്പാണ്. അയാൾ ആ വലിയ ഗേറ്റിനു മുന്നിൽ നിന്ന് തന്റെ ഫ്ലാസ്കിൽ നിന്നും കുറച്ച് കറുത്ത കാപ്പി ഗ്ലാസ്സിലേക്ക് പകർന്നു. പഞ്ചസാരയില്ലാത്ത കടുത്ത കാപ്പി. ഈ കാപ്പിക്ക് അയാളുടെ അച്ഛൻ പാലക്കാട് സൈലന്റ് വാലിയിൽ കൊണ്ടുപോകുമായിരുന്ന ആ കാപ്പിപ്പൊടിയുടെ മണമുണ്ട്. ആ ഓർമ്മ അയാളുടെ ഉള്ളിൽ ഒരു ചെറിയ നീറ്റലായി ഇപ്പോഴുമുണ്ട്. പിന്നാലെ PC കുഞ്ഞുമോനുണ്ട്. ഇടുക്കിക്കാരനായ ആ 26കാരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കൈത്തണ്ടയിലെ കറുത്ത ചരടിനെ കൊലപാതകിയുടെ ശാപത്തെ തടയാൻ കഴിയുമെന്നാണ്. അയാൾ ആ വലിയ മതിലിലേക്ക് നോക്കി പിറുപിറുത്തു. സാറേ, ആ മതിലിനു മുകളിലിരിക്കുന്ന കാക്കകളെ കണ്ടോ? 1 മണിക്കൂറായി അവ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നുപോലും കരയുന്നില്ല. ഇതൊരു മരണവീടിന്റെ ലക്ഷണമാണ് സാറേ. ഈ പള്ളിയറയിലെ രഹസ്യം മുത്തപ്പന് മാത്രമേ അറിയൂ. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അയാൾ അകത്തേക്ക് നടന്നു. ഹാളിന്റെ നടുവിൽ ഡോക്ടർ ഫെലിക്സ് തോമസ് ഒരു പഴയ റോസ്വുഡ് കസേരയിൽ ഇരിപ്പുണ്ട്. സ്കോട്ട്ലൻഡ് യാർഡിൽ ട്രെയിനിങ് കിട്ടിയതിന്റെ അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിലും ഒരു ശവം കണ്ടാൽ ബോധം മറയുന്ന ആ പഴയ സ്വഭാവം അയാൾക്കിപ്പോഴുമുണ്ട്. മുന്നിലെ ടേബിളിൽ കുറെ എവിഡൻസ് ബാഗുകൾ നിറമനുസരിച്ച് അയാൾ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട്. നീല ബാഗുകൾ ഇടതും ചുവന്നവ വലതും, കൃത്യം 2 സെന്റിമീറ്റർ അകലത്തിൽ. അതൊരു തരം നിർബന്ധ ബുദ്ധിയാണ് ഫെലിക്സിന്. ലോകം തകർന്നു വീണാലും അയാളുടെ എവിഡൻസ് ബാഗുകൾ കൃത്യമായിരിക്കണം. രുദ്രൻ സാർ 14 മിനിറ്റ് വൈകി. ഫെലിക്സ് തന്റെ വാച്ചിൽ നോക്കാതെ തന്നെ പറഞ്ഞു. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു വിളർച്ചയുണ്ട്. ഈ ക്രൈം സീൻ ഫിസിക്സിനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് സാർ. ആ ബോഡിയുടെ സ്മെല്ല്, അത് അപ്പത്തിന്റെ മാവ് ചെമ്പ് പാത്രത്തിൽ വെച്ച് പുളിച്ചു പോയതുപോലെയാണ്. എൻ്റെ വാഗസ് നെർവ് ഇപ്പോഴും അസ്വസ്ഥമാണ്. ഞാൻ 5 തവണ സ്കോട്ട്ലൻഡ് യാർഡിലെ മാനുവൽ നോക്കി, പക്ഷെ ഇങ്ങനൊരു കേസില്ല. കുഞ്ഞുമോൻ വേഗം ഒരു പൊതി പരിപ്പുവടയുമായി അടുത്തു ചെന്നു. ഡോക്ടറെ, ഈ ബോഡി കണ്ടിട്ട് വല്ലാതെ ഇരിക്കണ്ട. ഒരു പരിപ്പുവട കഴിച്ച് വയറൊന്ന് തണുപ്പിക്കൂ. വിഷം തിരുന്നാൽ പ്രേതങ്ങൾ ദേഹത്ത് കയറും. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയുന്നത് ആത്മാവ് പോയാൽ പിന്നെ ശരീരം വെറും കളിമണ്ണാണെന്നാണ്. രുദ്രൻ ആ പരിപ്പുവടയിൽ തൊട്ടില്ല. അയാൾ ഹാളിന്റെ നടുവിൽ പോയി അനങ്ങാതെ നിന്നു. അടുത്ത 10 മിനിറ്റ് ആ ഹാളിൽ രുദ്രന്റെ ആ ശ്വാസമല്ലാതെ മറ്റൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണ് ആ മുറിയുടെ മൂലയിലുള്ള ചിലങ്കയിലേക്കായിരുന്നു. അതായിരുന്നു രുദ്രന്റെ മെഡിറ്റേഷൻ. ശൂന്യതയിൽ നിന്നും സത്യം കണ്ടെത്താനുള്ള അയാളുടെ വിദ്യ. രുദ്രൻ മെല്ലെ കണ്ണു തുറന്നു. ഫെലിക്സ്, ആ ലോഗ് കാണിക്കൂ. ഇനി ആ രാത്രിയിലെ സമയക്രമം കൂടി പറയൂ. രുദ്രൻ തന്റെ കറുത്ത കാപ്പിയിൽ ഒരു സിപ്പ് കൂടി എടുത്തുകൊണ്ട് പറഞ്ഞു. ജിവിഴി 2 മണി. രവീന്ദ്രൻ നായർ മുറിക്കുള്ളിൽ കയറി വാതിൽ അകത്തുനിന്ന് പൂട്ടുന്നു. മുറിയുടെ ഇരട്ടപ്പൂട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. 2:10 മണി. പുറത്ത് കാവൽ നിന്ന സെക്യൂരിറ്റിക്കാർ ഒരു തെയ്യത്തിന്റെ ചിലമ്പൊലി ശബ്ദം കേൾക്കുന്നു. പള്ളിയറയിലെ ഭയാനകമായ മണിയുടെ ശബ്ദം. 2:15 മണി. രവീന്ദ്രന്റെ ദയനീയമായ നിലവിളി. വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. 2:20 മണി. 12 അടിയോളം ഉയരമുള്ള മുത്തപ്പൻ തെയ്യം 3-ാം നിലയിലെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടുന്നു. ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായ വേഗത.
2:25 വാതിൽ തകർക്കുന്നു. ബോഡി കാണപ്പെടുന്നു. ബോൾട്ട് അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ തന്നെ. രുദ്രൻ തന്റെ കാപ്പി ഗ്ലാസ് താഴെ വെച്ചു. പാലക്കാട് ഒരു ചൊല്ലുണ്ട് ഫെലിക്സ്, വാതിലിന് ഇരട്ടപ്പൂട്ടും കാറ്റിന് വലിയ പഴുതുമില്ല എന്ന്. വാതിലിൽ പഴുതില്ലെങ്കിൽ കൊലയാളി ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ ആ ബാൽക്കണിയിലൂടെ ഒരാൾക്ക് കയറാൻ കഴിയുമായിരുന്നു. പക്ഷെ 12 അടി ഉയരമുള്ള ഒരു തെയ്യം, അതാണ് സർ പ്രോബ്ലം, ഫെലിക്സ് ആവേശത്തോടെ പറഞ്ഞു. ആ മതിൽ ചാടാൻ ഏതൊരു പ്രൊഫഷണൽ അത്ലറ്റിനും കഴിയില്ല. പിന്നെയാണ് ഇത്രയും ഭാരമുള്ള കോസ്റ്റ്യൂമും ധരിച്ച് ഒരു തെയ്യം. സ്കോട്ട്ലൻഡ് യാർഡിൽ ഇങ്ങനെയൊരു കൊലപാതകിയുണ്ടെങ്കിൽ അവനെ ഫ്ലൈയിങ് ഗോസ്റ്റ് എന്ന് വിളിക്കും. കുഞ്ഞുമാൻ കുരിശു വരച്ചു. സാറേ, അത് ദൈവം തന്നെയാണ്. രവീന്ദ്രൻ നായർ ആ കാവ് നശിപ്പിച്ചപ്പോ മുത്തപ്പൻ ഇറങ്ങി വന്നതാണ്. ആ നാട്ടിലെ സുഗതൻ നായരുടെ ഭാര്യ പറയുന്നത് അന്നത്തെ രാത്രി ആ തറവാടിനു മുകളിൽ വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ്. രുദ്രൻ തന്റെ മുഖത്തേക്ക് നോക്കി. വെളിച്ചം കാണുന്നത് കണ്ണുകൊണ്ടല്ല കുഞ്ഞുമോനെ, മനസ്സുകൊണ്ടാണ്. നിന്റെ ഈ സുഗതൻ നായരുടെ ഭാര്യ ആ രാത്രിയിൽ എവിടെയായിരുന്നു? അവർ പണി കഴിഞ്ഞു വരികയായിരുന്നു സാറേ, കുഞ്ഞുമോൻ പറഞ്ഞു. അവർക്ക് നല്ല ഭയമുണ്ട്. അവരോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. രുദ്രൻ തലയാട്ടി. നമുക്കവരെ കാണണം. പക്ഷെ അതിനു മുമ്പ് ഈ മുറിയിലെ ആ AC വെന്റിലേക്കൊന്ന് നോക്കൂ. ഫെലിക്സ് കണ്ട ആ പട്ടനൂൽ അവിടുന്ന് വന്നതാണെങ്കിൽ ആ വെന്റിലൂടെ ഒരാൾക്ക് കയറാൻ കഴിയില്ല. അപ്പൊ പിന്നെ ആ നൂലവിടെ എങ്ങനെ വന്നു? രുദ്രൻ ആ ജനൽ ചില്ലിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി. രവീന്ദ്രൻ നായർ കൊല്ലപ്പെട്ടത് അർഹിച്ച ശിക്ഷയാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരും സത്യം പറയാൻ തയ്യാറാവില്ല. രാഘവൻ ഇപ്പോൾ എവിടെയുണ്ട്? രാഘവൻ ആ രാത്രി ലോക്കപ്പിലായിരുന്നു സാറേ, കുഞ്ഞുമോൻ പറഞ്ഞു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ അടിപിടി കേസിൽ 5 വർഷം മുമ്പത്തെ റെക്കോർഡ് പ്രകാരം അയാൾ ലോക്കപ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇവിടെ കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ പോലീസ് ഈ കേസ് ദൈവം ചെയ്തതാണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തത്. രുദ്രൻ പതുക്കെ ചിരിച്ചു. ഒരേ സമയം 2 സ്ഥലത്തെ എങ്ങനെ ഒരാളുണ്ടാകും? ഒന്നുകിൽ രാഘവൻ ലോക്കപ്പിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ തെയ്യം രാഘവനായിരുന്നില്ല. ഈ 7 ദിവസങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഫെലിക്സ്, ആ ലോക്കപ്പിലെ റെക്കോർഡുകൾ എനിക്ക് നാളെ രാവിലെ മേശപ്പുറത്ത് വേണം. ഹാളിൽ വീണ്ടും നിശബ്ദത പടർന്നു. രുദ്രൻ തന്റെ ഡയറി തുറന്നു. അതിൽ അയാൾ ഒരു ചെറിയ വാചകം എഴുതി. ദൈവത്തിന്റെ വേഷം കെട്ടാൻ മനുഷ്യന് കഴിയും, പക്ഷേ ദൈവത്തിന്റെ നിശബ്ദത അനുകരിക്കാൻ ആർക്കും കഴിയില്ല. കുഞ്ഞുമോൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദനത്തിരിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, നേരം വൈകി. നമുക്ക് ആ പഴയ സർക്യൂട്ട് ഹൗസിലേക്ക് പോകാം. അവിടെ നല്ല ചൂടുള്ള കഞ്ഞിയും പയറും കിട്ടും. ഫെലിക്സ് ഡോക്ടർക്ക് സ്കോട്ട്ലൻഡ് യാർഡിലെ ഭക്ഷണം കിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ കഞ്ഞി ഇഷ്ടപ്പെടും. രുദ്രൻ ആ തറവാടിന്റെ ഇരുട്ടിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. ആ ചിലങ്കയുടെ ശബ്ദം കാറ്റിൽ ഇപ്പോഴും കേൾക്കുന്നതുപോലെ. ഒരുപക്ഷേ 5 വർഷം മുമ്പ് മരിച്ച രവീന്ദ്രൻ നായർ ഇപ്പോഴും അവിടെ എവിടെയോ തന്റെ തല തേടി നടക്കുന്നുണ്ടാകാം. രുദ്രൻ തന്റെ ബൊലേറോയുടെ അടുത്തേക്ക് നടന്നു. ഒരു കുറ്റാന്വേഷകൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരെയും സംശയിക്കുക എന്നതല്ല, മറിച്ച് എല്ലാവരെയും കേൾക്കുക എന്നതാണ്. രുദ്രൻ നായർ ആ സർക്യൂട്ട് ഹൗസിലെ ഉമ്മറത്തിരുന്നുകൊണ്ട് തന്റെ കറുത്ത കാപ്പിയിലേക്ക് നോക്കി. പുറത്ത് കണ്ണൂരിലെ പ്രഭാതം പതുക്കെ ഉണരുകയാണ്. തലേ ദിവസത്തെ മഴയുടെ ബാക്കി പത്രമായി ഇലകളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ട്. ഫെലിക്സ്, ആ ലോക്കപ്പിലെ റെക്കോർഡുകൾ കിട്ടിയോ? രുദ്രൻ ചോദിച്ചു. അയാളുടെ കണ്ണുകൾ ഇപ്പോഴും ആ ശൂന്യതയിലേക്കായിരുന്നു. ഫെലിക്സ് ഒരു വലിയ ഫയലുമായി അങ്ങോട്ട് വന്നു. സർ, ഇതാ നോക്കൂ. 5 വർഷം മുമ്പ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ രാഘവനെ അറസ്റ്റ് ചെയ്തത് രാത്രി 8 മണിക്കാണ്. അടുത്ത ദിവസം രാവിലെയാണ് അവനെ വിട്ടയച്ചത്. രവീന്ദ്രൻ നായർ കൊല്ലപ്പെട്ട ആ രാത്രി മുഴുവൻ അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇത് സ്കോട്ട്ലൻഡ് യാർഡിൽ പഠിപ്പിക്കുന്ന അയൺ ക്ലാഡ് അലിബിയാണ്. ഇതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല. കുഞ്ഞുമോൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദനത്തിരിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, നാട്ടുകാർ പറയുന്നത് രാഘവൻ ലോക്കപ്പിലായിരിക്കുമ്പോഴും ആ രാത്രിയിൽ സെല്ലിനുള്ളിൽ നിന്ന് ചിലമ്പൊലി ശബ്ദം കേട്ടു എന്നാണ്. അയാൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നുവെന്ന് പാറാവുകാരൻ പോലും മൊഴി നൽകിയിട്ടുണ്ട്. അത് അയാളല്ല, അയാളുടെ ശരീരത്തിലിറങ്ങിയ ദൈവമായിരുന്നു. രുദ്രൻ മെല്ലെ പുഞ്ചിരിച്ചു. കുഞ്ഞുമോനെ, ദൈവം ലോക്കപ്പിൽ കയറാൻ പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ രാത്രി സ്റ്റേഷനിലുണ്ടായിരുന്ന പാറാവുകാരൻ സോമനെ കാണണം. അയാളുടെ വാക്കുകൾക്ക് ഈ റെക്കോർഡുകളേക്കാൾ വിലയുണ്ട്. അവർ സ്റ്റേഷനിലേക്ക് തിരിച്ചു. വഴിയിലുടനീളം തെയ്യം കെട്ടിയാടുന്ന കാവുകൾ രുദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോ കാവിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. സ്റ്റേഷനിലെത്തിയപ്പോൾ സോമൻ എന്ന റിട്ടയേർഡ് പാറാവുകാരൻ അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. സോമൻ ചേട്ടാ, അന്ന് രാത്രി ലോക്കപ്പിൽ എന്താണ് സംഭവിച്ചത്? രുദ്രൻ ചോദിച്ചു. ശബ്ദം സൗമ്യമായിരുന്നു.
പക്ഷേ ആ കണ്ണുകളിൽ ഒരു പരുന്തിൻ്റെ സൂക്ഷ്മതയുണ്ടായിരുന്നു. സർ, അതോർക്കുമ്പോഴിപ്പോഴും എനിക്ക് പേടിയാണ്, സോമൻ വിക്കി പറഞ്ഞു. രാത്രി 2 മണി ആയിട്ടുണ്ടാകും. രാഘവൻ ലോക്കപ്പിനുള്ളിലിരുന്ന് ആടാൻ തുടങ്ങി. വല്ലാത്തൊരു അലർച്ചയായിരുന്നു. പക്ഷേ സർ, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾക്ക് ഒരു ചുവപ്പ് നിറമായിരുന്നു. ആ ഇരുട്ടിലും ആ കണ്ണുകൾ തിളങ്ങുകയായിരുന്നു. പിന്നെ ഒരു നിമിഷം ആ അഴികൾക്കിടയിലൂടെ അയാൾ അപ്രത്യക്ഷമായതുപോലെ എനിക്ക് തോന്നി. ഫെലിക്സ് ഇടയ്ക്ക് കയറി. അപ്രത്യക്ഷമായോ? അതൊരിക്കലും പോസിബിൾ അല്ല സോമൻ ചേട്ടാ. ലോക്കപ്പിലെ അഴികൾക്ക് 3 ഇഞ്ച് അകലമേ ഉള്ളൂ. ഒരു മനുഷ്യന് അതിലൂടെ കടന്നുപോകാൻ കഴിയില്ല. നിങ്ങൾ വല്ല മാസ് ഹാലൂസിനേഷനോ അടിമപ്പെട്ടതാകാം. രുദ്രൻ സോമന്റെ കൈകളിലേക്ക് നോക്കി. അയാൾ തന്റെ വിരലുകൾ കൊണ്ട് ടീഷർട്ടിൽ മുറുക്കി പിടിച്ചിരിക്കുന്നു. സോമൻ ചേട്ടാ, ആ രാത്രിയിൽ വേറെ ആരെങ്കിലും സ്റ്റേഷനിലേക്ക് വന്നിരുന്നോ? വല്ല ഡോക്ടറോ അതോ അറ്റൻഡറോ? സോമനൊന്ന് ആലോചിച്ചു. അതെ സർ, രാഘവൻ അക്രമാസക്തനായപ്പോൾ അവനെ ശാന്തനാക്കാൻ ഒരു നേഴ്സ് വന്നിരുന്നു. രവീന്ദ്രൻ നായരുടെ ആളുകൾ ഏർപ്പാടാക്കിയതാണെന്നാണ് അന്ന് പറഞ്ഞത്. അവർക്ക് മാസ്ക് ഉണ്ടായിരുന്നു. രാഘവന് ഒരു ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷമാണ് അയാൾ ശാന്തനായത്. രുദ്രൻ തന്റെ ഡയറിയിൽ അത് കുറിച്ചു. നേഴ്സ്, മാസ്ക്, ഇഞ്ചക്ഷൻ. അയാൾ ഫെലിക്സിനെ ഒന്ന് നോക്കി. ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ എന്തോ തിരയാൻ തുടങ്ങി. അടുത്തതായി അവർ പോയത് രവീന്ദ്രൻ നായരുടെ തറവാട്ടിലെ സെക്യൂരിറ്റി ഗാർഡ് കൃഷ്ണനെ കാണാനാണ്. അയാളിപ്പോൾ ആ തറവാടിനടുത്തുള്ള ഒരു ചെറിയ ഷെഡിലാണ് താമസം. 5 വർഷം അയാൾ ആ കൊലപാതകത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ്. കൃഷ്ണ, അന്ന് രാത്രി നിങ്ങൾ പള്ളിയറയുടെ വാതിലിന് പുറത്തുതന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണോ? രുദ്രൻ ചോദിച്ചു. അതെ സാർ, ഞാനും പിന്നെ 3 പേരും കൂടി വാതിലിന് പുറത്തുതന്നെ ഉണ്ടായിരുന്നു. ഒരു പഴുതുപോലുമില്ല. വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പക്ഷെ സാറേ, ആ ചിലമ്പൊലി ശബ്ദം അതിപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. മുറിയിൽ നിന്ന് ഒരു തെയ്യം പുറത്തിറങ്ങുന്നത് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടുന്നത് ഞങ്ങൾ കണ്ടു. രുദ്രൻ മുറ്റത്തെ ആ വലിയ മരത്തിന് താഴെ നിന്നു. അവിടുന്ന് ബാൽക്കണിയിലേക്ക് നോക്കി. 3-ാം നില, ഏകദേശം 35 അടി ഉയരം. കൃഷ്ണ, ആ തെയ്യം താഴേക്ക് ചാടിയപ്പോൾ വല്ല ശബ്ദവുമുണ്ടായോ? ഒരു വീഴ്ചയുടെ ശബ്ദം? ഇല്ല സാർ, അതൊരു കരിയില വീഴുന്നതുപോലെ നിശബ്ദമായിരുന്നു. അയാൾ നിലത്ത് തൊട്ടയുടനെ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ഞങ്ങൾ പിന്നാലെ ഓടി. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. മതിൽ ചാടിപ്പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫെലിക്സ് തന്റെ മീറ്റർ ടേപ്പുമായി മുറ്റത്ത് നടക്കുകയാണ്. രുദ്രൻ സാർ, ഇവിടുന്ന് 35 അടി ഉയരത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ചാടിയാൽ അവന്റെ കാലിലെ അസ്ഥികൾ തകരും. എനർജി അബ്സോർപ്ഷൻ കൃത്യമായി നടന്നാൽ മാത്രമേ അവൻ ഓടാൻ കഴിയൂ. പക്ഷേ ഈ പുല്ലിൽ ഒരു പാടുപോലുമില്ല. രുദ്രൻ തന്റെ കാപ്പിക്കപ്പിന്റെ അറ്റത്ത് വിരലോടിച്ചു. ഫെലിക്സ്, നമ്മൾ കാണാത്തൊരു നിഴൽ ഈ കഥയിലുണ്ട്. ആ നേഴ്സ്, ആ നിശബ്ദമായ വീഴ്ച, ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട്. കുഞ്ഞുമോനെ, ഈ നാട്ടിൽ രാഘവനെ കൂടാതെ വേറെ ആരാണ് തെയ്യം കെട്ടാറുള്ളത്? കുഞ്ഞുമോൻ ഒന്ന് ആലോചിച്ചു. സാറേ, രാഘവന്റെ അച്ഛൻ പണ്ട് വലിയൊരു കലാകാരനായിരുന്നു. പക്ഷേ അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നെയുള്ളത് രാഘവന്റെ ശിഷ്യനായ ബാബുവാണ്. ബാബു ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. രവീന്ദ്രൻ നായരുടെ മരണത്തിന് ശേഷം അയാൾ നാട് വിട്ടുപോയി എന്നാണ് കേട്ടത്. രുദ്രൻ തലയാടി. ബാബു, നമുക്കയാളെ കണ്ടെത്തണം. ഫെലിക്സ്, ബാബുവിന്റെ ഫോൺ റെക്കോർഡുകൾ 5 വർഷം മുമ്പത്തേത് എനിക്ക് വേണം. സൈബർ സെല്ലിനെ വിളിച്ച് അർജന്റായി ചോദിക്കൂ. അവർ തിരികെ സർക്യൂട്ട് ഹൗസിലേക്ക് നടന്നു. വെയിൽ പതുക്കെ മങ്ങാൻ തുടങ്ങിയിരുന്നു. രുദ്രൻ തന്റെ ഡയറിയിൽ അടുത്ത പ്ലാൻ എഴുതി. പഴയ ശത്രുക്കളെ തേടുക. രവീന്ദ്രൻ നായർക്ക് ശത്രുക്കൾ കുറവായിരുന്നില്ല. പക്ഷേ ദൈവത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശത്രു ആരായിരിക്കും? സർ, സ്കോട്ട്ലൻഡ് യാർഡിൽ ഇങ്ങനൊരു കേസ് വന്നിരുന്നു. ഒരു മാന്ത്രികൻ കൊലപാതകം നടത്തിയിട്ട് സ്റ്റേജിൽ അപ്രത്യക്ഷമായ കേസ്. അവസാനം തെളിഞ്ഞത് അയാൾ ഒരു ട്രാപ്പ് ഡോർ ഉപയോഗിച്ചു എന്നാണ്. ഇവിടെയും അങ്ങനെ വല്ലതും ഉണ്ടാകുമോ? രുദ്രൻ പതുക്കെ ചിരിച്ചു. ട്രാപ്പ് ഡോർ തറവാട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഫെലിക്സ്. പക്ഷേ അത് 35 അടി ഉയരത്തിലുള്ള ബാൽക്കണിയിലുണ്ടാകില്ല. നമുക്ക് നാളെ ആ തറവാട്ടിലെ ജോലിക്കാരെ ഒന്നുകൂടി കാണണം. പ്രത്യേകിച്ച് രവീന്ദ്രന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മനോജിനെ. രാത്രിയായപ്പോൾ കണ്ണൂരിലെ കാറ്റ് ശക്തി പ്രാപിച്ചു. കുഞ്ഞുമോൻ രുദ്രന്റെ മുറിയിൽ ചായയുമായി വന്നു. സാറേ, മനോജ് എന്ന ആൾ ഇപ്പോൾ ഒരു വലിയ ഭൂമാഫിയ തലവനാണ്. അയാൾക്ക് രവീന്ദ്രൻ നായരുടെ മരണത്തിന് ശേഷം വലിയ സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അയാളെ കാണാൻ അത്ര എളുപ്പമല്ല. രുദ്രൻ ചായ എടുത്തു. കുഞ്ഞുമോനെ, പാലക്കാടൊരു ചൊല്ലുണ്ട്, കുറുക്കൻ എത്ര വേഷം കെട്ടിയാലും അവന്റെ വാലൊളിച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന്. മനോജ് എത്ര വലിയവനായാലും 5 വർഷം മുമ്പ് അയാൾ രവീന്ദ്രന്റെ വെറുമൊരു അസിസ്റ്റന്റ് മാത്രമായിരുന്നു. അയാളുടെ കൈകളിൽ രവീന്ദ്രന്റെ ചോരയുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
രുദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു. അയാൾക്ക് മുന്നിൽ 5 വർഷം മുമ്പുള്ള ആ രാത്രി പുനർജനിച്ചു. 12 അടി തെയ്യം, രവീന്ദ്രന്റെ നിലവിളി, നിശബ്ദമായ വീഴ്ച. ആ തെയ്യം യഥാർത്ഥത്തിൽ രാഘവനായിരുന്നില്ല. അത് രാഘവന്റെ രൂപത്തിൽ വന്ന മറ്റാരോ ആയിരുന്നു. പക്ഷെ ആരായിരിക്കും ഇത്രയും പെർഫെക്റ്റായി തെയ്യം കെട്ടാൻ കഴിയുന്ന ആൾ? ഫെലിക്സ്, ആ നഴ്സിന്റെ വിവരങ്ങൾ ലഭിച്ചോ? രുദ്രൻ പെട്ടെന്ന് ചോദിച്ചു. സർ, അന്ന് സ്റ്റേഷനിലേക്ക് വന്ന നഴ്സിന്റെ സിഗ്നൽ ജാം ചെയ്തിരുന്നു. പക്ഷെ ഒരു കാര്യം, ആ നഴ്സ് വന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. പക്ഷെ ആ കാർ പിന്നീട് കണ്ടത് കണ്ണൂരിലെ ഒരു പഴയ തറവാടിന്റെ മുന്നിലാണ്. അത് രവീന്ദ്രന്റെ ശത്രുവായ ലോഹിതാക്ഷന്റെ വീടായിരുന്നു. രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. ലോഹിതാക്ഷൻ. രവീന്ദ്രൻ നായർ അയാളുടെ ഭൂമി തട്ടിയെടുത്ത കേസുണ്ടായിരുന്നല്ലോ. അയാളുടെ കുടുംബം ആത്മഹത്യ ചെയ്തതും. ഫെലിക്സ്, നമുക്ക് നാളെ ലോഹിതാക്ഷന്റെ വീട്ടിലേക്ക് പോകാം. മനുഷ്യൻ കാട് വെട്ടിത്തെളിക്കും. പക്ഷെ കാടിനുള്ളിലെ രഹസ്യങ്ങൾ അത്ര പെട്ടെന്ന് വെളിപ്പെടില്ല. രുദ്രൻ നായർ ആ മഹീന്ദ്ര ബൊളേറോയിൽ ഇരുന്നുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവർ ഇപ്പോൾ പോകുന്നത് 5 വർഷം മുമ്പ് രവീന്ദ്രൻ നായർ ഇടിച്ചു നിരത്തിയ ആ പഴയ മുത്തപ്പൻ കാവിലേക്കാണ്. സാറേ, ആ കാവ് പോയതോടെ ആ നാടിന്റെ ഐശ്വര്യം പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുഞ്ഞുമോൻ സ്റ്റീറിംഗിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്നത്തെ JCB ഡ്രൈവർ ഇപ്പോൾ തളർന്നു കിടപ്പാണ്. ദൈവത്തെ തൊട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അയാൾ തന്റെ കറുത്ത കാപ്പി ഫ്ലാസ്കിൽ നിന്നും പകർന്നു. കയ്പുള്ള ആ മണം വണ്ടിക്കുള്ളിൽ പടർന്നു. രുദ്രന്റെ ചിന്തകൾ ലോഹിതാക്ഷനെക്കുറിച്ചായിരുന്നു. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത ആ പഴയ കേസ് ഫയലിലെ വരികൾ അയാളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവർ കാവിനു മുന്നിലെത്തി. കാവെന്നു പറയാൻ ഇപ്പോൾ അവിടെ ഒന്നുമില്ല. വെറും ചരൽമണ്ണ് ഓടിക്കിടക്കുന്ന ഒരു പറമ്പ്. രവീന്ദ്രൻ നായർ പണിയാനുദ്ദേശിച്ച റിസോർട്ടിന്റെ തൂണുകൾ അവിടെ തുരുമ്പെടുത്തു നിൽക്കുന്നു. പക്ഷെ കാവിനോട് ചേർന്നുണ്ടായിരുന്ന ആ പഴയ കുളം ഇപ്പോഴും അവിടെയുണ്ട്. പായൽ പിടിച്ചുകിടക്കുന്ന കരിങ്കൽ പടവുകൾ. രുദ്രൻ വണ്ടിയിൽ നിന്നിറങ്ങി കുളക്കടവിലേക്ക് നടന്നു. ഫെലിക്സ് തന്റെ ക്യാമറയുമായി ചുറ്റും നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. രുദ്രൻ സാർ, ഈ മണ്ണിലെ കെമിക്കൽ കോമ്പോസിഷൻ ഒന്ന് നോക്കൂ. ഫെലിക്സ് കുനിഞ്ഞിരുന്നു മണ്ണെടുത്ത് പരിശോധിച്ചു. 5 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ഡീസലിന്റെയും ലൂബ്രിക്കന്റുകളുടെ അംശമുണ്ട്. ആ JCB ഇവിടെ കുറേ നേരം പ്രവർത്തിച്ചിട്ടുണ്ട്. കുഞ്ഞുമോൻ കുളക്കടവിലിരുന്ന ഒരു വയസ്സായ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി. അമ്മേ, അന്നാ രാത്രി എന്താണിവിടെ സംഭവിച്ചത്? അവൻ പതുക്കെ ചോദിച്ചു. കുഞ്ഞുമോന് ആളുകളെ സംസാരിപ്പിക്കാൻ ഒരു പ്രത്യേക വിദ്യയുണ്ട്. അവന്റെ ആ നിഷ്കളങ്കമായ ചോദ്യം കേട്ടാൽ ആരും ഉത്തരം പറയും. അന്ന് ആകാശം ചുവന്നിരുന്നു മോനെ, ആ അമ്മ പതുക്കെ പറഞ്ഞു. രാഘവൻ ആ കുളക്കടവിലിരുന്ന് കരയുകയായിരുന്നു. അവന്റെ കൂടെ മീരയുമുണ്ടായിരുന്നു. രവീന്ദ്രൻ നായരുടെ ഗുണ്ടകൾ ആ ആൽമരം വെട്ടാൻ തുടങ്ങിയപ്പോൾ മീര തടയാൻ നോക്കി. പക്ഷെ അവർ അവളെ പിടിച്ചുമാറ്റി. ആ മരം വീണത് മീരയുടെ കുഞ്ഞിന്റെ മുകളിലേക്കായിരുന്നു. ആ രക്തം ഈ കുളത്തിലെ വെള്ളത്തിൽ കലരുന്നത് ഞാൻ കണ്ടതാണ്. രുദ്രൻ ആ അമ്മയുടെ അടുത്തേക്ക് നടന്നു. മീര, അവൾ ഇപ്പോൾ എവിടെയുണ്ട്? അവൾ അന്ന് തന്നെ ആ കുളത്തിൽ ചാടി മരിച്ചു സാറേ. ആ അമ്മ വിറയ്ക്കുന്ന കൈ ചൂണ്ടി. പക്ഷേ അവളുടെ സഹോദരൻ ലോഹിതാക്ഷൻ, അയാൾ അത് കണ്ടു നിൽക്കുകയായിരുന്നു. അയാൾ കരഞ്ഞില്ല. പകരം അയാൾ ആ കുളത്തിലെ ചോര കലർന്ന മണ്ണെടുത്ത് തലയിൽ തേച്ചു. എന്നിട്ട് അവിടുന്ന് നടന്നുപോയി. രുദ്രൻ കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. 10 മിനിറ്റോളം അയാൾ അവിടെ അനങ്ങാതെ നിന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ. അയാൾക്ക് മുന്നിൽ 5 വർഷം മുമ്പുള്ള ആ രംഗം തെളിഞ്ഞുവന്നു. ലോഹിതാക്ഷന്റെ നിശബ്ദമായ പ്രതികാരം. ഫെലിക്സ്, ലോഹിതാക്ഷൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? രുദ്രൻ പെട്ടെന്ന് ചോദിച്ചു. അതെ സാർ, അയാൾ ബംഗളൂരുവിലെ ഒരു വലിയ റോബോട്ടിക്സ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. രവീന്ദ്രൻ നായരുടെ മരണത്തിന് ശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. അയാൾ മരിച്ചുപോയി എന്നാണ് നാട്ടുകാർ കരുതുന്നത്. രുദ്രൻ ചിരിച്ചു. ഇല്ല ഫെലിക്സ്, ലോഹിതാക്ഷൻ മരിക്കില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 12 അടി ഉയരമുള്ള തെയ്യത്തിന്റെ ഉള്ളിൽ ലോഹിതാക്ഷൻ ഉണ്ടായിരുന്നു. അത് ദൈവമായിരുന്നില്ല, അതൊരു എക്സോസ്കെലിറ്റൻ ആയിരുന്നു. ഫെലിക്സിന്റെ കണ്ണുകൾ വിടർന്നു. എക്സോസ്കെലിറ്റനോ? ഒരു മനുഷ്യന് 12 അടി ഉയരം നൽകാൻ കഴിയുന്ന യന്ത്രം? സാർ, അത് വലിയ ടെക്നോളജിയാണ്. സ്കോട്ട്ലൻഡ് യാർഡിൽ പോലും അത്തരമൊരു കേസ് ഞങ്ങൾ കേട്ടിട്ടില്ല. രുദ്രൻ കുഞ്ഞുമോനോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു. നമുക്ക് ലോഹിതാക്ഷന്റെ പഴയ തറവാട്ടിലേക്ക് പോകണം. അവിടെ അയാൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടാകും. വഴിയിലുടനീളം രുദ്രൻ തന്റെ ഡയറിയിൽ ചില കണക്കുകൾ കൂട്ടി. 12 അടി ഉയരം, ബാൽക്കണിയിൽ നിന്നുള്ള ചാട്ടം, നിശബ്ദത. ഫെലിക്സ്,
ഒരു മനുഷ്യൻ 35 അടി ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ ശബ്ദമുണ്ടാകാതിരിക്കണമെങ്കിൽ അവന്റെ കാലുകളിൽ പ്രഷർ അബ്സോർബറുകൾ വേണം. ലോഹിതാക്ഷൻ അത് നിർമ്മിച്ചിട്ടുണ്ടാകണം. അവർ ലോഹിതാക്ഷന്റെ തറവാട്ടിലെത്തി. കാട് പിടിച്ചു കിടക്കുന്ന ആ വീട് കണ്ടാൽ ആരും അവിടെ കയറാൻ ഭയപ്പെടും. കുഞ്ഞുമോൻ ഒരു കത്തിയുമായി മുന്നിൽ നടന്നു. വീടിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ വല്ലാത്തൊരു മണം പുറത്തേക്ക് വന്നു. പഴയ ഓയിലിന്റെയും തുരുമ്പിന്റെയും മണം. ഹാളിന്റെ നടുവിൽ ഒരു വലിയ രൂപം തുണികൊണ്ട് മൂടി വച്ചിരിക്കുന്നത് അവർ കണ്ടു. ഫെലിക്സ് പതുക്കെ ആ തുണി മാറ്റി. അവിടെ കണ്ട കാഴ്ച അവരെ അമ്പരപ്പിച്ചു. അതൊരു തെയ്യത്തിന്റെ വേഷമായിരുന്നില്ല, അതൊരു മനുഷ്യന്റെ രൂപത്തിലുള്ള വലിയൊരു ഇരുമ്പുകൂട്ടായിരുന്നു. സാർ, ഇതൊരു ഹ്യൂമനോയിഡ് ഫ്രെയിമാണ്. ഫെലിക്സ് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അതിൽ തൊട്ടു. കാർബൺ ഫൈബർ കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 12 അടി ഉയരമുണ്ട്. മോട്ടോറുകളും വയറുകളും നോക്കൂ, ഇതൊരു റോബോട്ടിക് സ്യൂട്ടാണ്. രുദ്രൻ ആ സ്യൂട്ടിന്റെ കാലുകളിലേക്ക് നോക്കി. അവിടെ വലിയ സ്പ്രിങ്ങുകളും ഹൈഡ്രോളിക് പമ്പുകളുമുണ്ടായിരുന്നു. ഇതാണ് ആ നിശബ്ദമായ ചാട്ടത്തിന്റെ രഹസ്യം ഫെലിക്സ്. അയാൾ ഈ സ്യൂട്ടിനുള്ളിൽ കയറി നിന്ന് അത് നിയന്ത്രിക്കുകയായിരുന്നു. പുറത്തു നിൽക്കുന്നവർക്ക് അതൊരു വലിയ തെയ്യമായി തോന്നും. പെട്ടെന്ന് കുഞ്ഞുമോൻ അടുക്കള ഭാഗത്തു നിന്നും വിളിച്ചു, സാറേ, ഇവിടെ നോക്കൂ. രുദ്രനും ഫെലിക്സും അങ്ങോട്ട് ഓടിച്ചെന്നു. അവിടെ ഒരു ചെറിയ ലാബ് പോലെ സജ്ജീകരിച്ചിരുന്നു. ടേബിളിന് മുകളിൽ മീരയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിനു താഴെ ഒരു ഡയറി. രുദ്രൻ ആ ഡയറി തുറന്നു. അതിലൊരു തീയതി കുറിച്ചിരുന്നു. മാർച്ച് 14, രവീന്ദ്രൻ നായർ കൊല്ലപ്പെട്ട അതേ രാത്രി. ലോക്കപ്പിൽ വന്ന നേഴ്സ് അത് മീരയായിരുന്നില്ല. മീര മരിച്ചുപോയി. അപ്പോൾ പിന്നെ ആരാണ് ആ നേഴ്സ്? ലോഹിതാക്ഷന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? രുദ്രൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. മീരയുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ഫെലിക്സ്, മീരയുടെ മരണ സർട്ടിഫിക്കറ്റ് ഒന്ന് പരിശോധിക്കൂ. അവൾ ശരിക്കും മരിച്ചതാണോ അതോ ലോഹിതാക്ഷൻ അവളെ ഒളിപ്പിച്ചു വെച്ചതാണോ? രാത്രിയായപ്പോൾ അവർ സർക്യൂട്ട് ഹൗസിലേക്ക് തിരികെ എത്തി. കുഞ്ഞുമോൻ എല്ലാവർക്കും ചൂടുള്ള കഞ്ഞിയും പയറും വിളമ്പി. സാറേ, ലോഹിതാക്ഷൻ ഇത്രയും വലിയ കാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അയാൾ ശരിക്കും ഒരു ശാസ്ത്രജ്ഞനാണല്ലേ? രുദ്രൻ കഞ്ഞി കുടിച്ചുകൊണ്ട് പറഞ്ഞു. ശാസ്ത്രം പ്രതികാരത്തിനു വേണ്ടിയാകുമ്പോൾ അത് ഭയാനകമായ ഒന്നായി മാറും കുഞ്ഞുമോനെ. ലോഹിതാക്ഷൻ രവീന്ദ്രൻ നായരെ കൊന്നത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു ദൈവത്തിന്റെ ശിക്ഷയായി അയാൾ അത് അവതരിപ്പിച്ചു. പക്ഷേ സാർ, ആ സ്യൂട്ട് അന്നുപയോഗിച്ചതാണെങ്കിൽ അതിൽ രക്തമുണ്ടാകില്ലേ? ഫെലിക്സ് ചോദിച്ചു. രക്തമുണ്ടാകും ഫെലിക്സ്, പക്ഷേ അത് അയാൾ വൃത്തിയാക്കി കാണും. എന്നിരുന്നാലും ആ സ്യൂട്ടിന്റെ സന്ധികളിൽ എവിടെയെങ്കിലും ഒരു തുള്ളി ചോര ബാക്കിയുണ്ടാകും. നമുക്ക് ആ സ്യൂട്ട് ഫോറൻസിക് ലാബിലേക്ക് മാറ്റണം. രുദ്രൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ലോഹിതാക്ഷൻ ഇപ്പോൾ എവിടെയാണ്? അയാൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകുമോ? അകലെ എവിടെയോ ഒരു ചിലങ്ങയുടെ ശബ്ദം കേൾക്കുന്നതുപോലെ കുഞ്ഞുമോന് തോന്നി. അവൻ തന്റെ കുരിശിൽ മുറുക്കിപ്പിടിച്ചു. കണ്ണൂരിലെ ഈ രാത്രിയിൽ ഇനിയും പലതും സംഭവിക്കാനുണ്ട്. പഴയ സത്യങ്ങൾ മണ്ണിൽ കുഴിച്ചുമൂടിയാൽ അവ പതുക്കെ വേരുകളായി പടരും. രുദ്രൻ നായർ സർക്യൂട്ട് ഹൗസിന്റെ മുകൾ നിലയിലെ ബാൽക്കണിയിലിരുന്നു. ദൂരെ കണ്ണൂർ കടപ്പുറത്തെ തിരമാലകൾ അലറുന്നുണ്ട്. അയാളുടെ മുന്നിൽ ആ പഴയ എവിഡൻസ് ലോഗ് തുറന്നിരുന്നു. ഫെലിക്സ്, ആ സ്യൂട്ടിൽ നിന്ന് വേറെന്തെങ്കിലും കിട്ടിയോ? രുദ്രൻ ചോദിച്ചു. ശബ്ദം കാറ്റിൽ അലിഞ്ഞുപോകുന്നതുപോലെയായിരുന്നു. ഫെലിക്സ് കണ്ട ലാപ്ടോപ്പുമായി വന്നു. സർ, ആ സ്യൂട്ടിന്റെ ഷോൾഡർ ജോയിന്റുകളിൽ ഞാനൊരു ചെറിയ സെൻസർ കണ്ടെത്തി. അതൊരു വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റമാണ്. അതായത് കൊലയാളി ഉള്ളിലിരുന്ന് പറയുന്ന വാക്കുകൾ പുറത്തേക്കൊരു ദൈവത്തിന്റെ ഗർജനം പോലെ കേൾപ്പിക്കാൻ ഇതിന് കഴിയും. സ്കോട്ട്ലൻഡ് യാർഡിലെ ഡോക്ടർ മില്ലർ പറഞ്ഞതുപോലെ ദൈവത്തെ നിർമ്മിക്കാൻ ഏറ്റവും നല്ല വഴി ശബ്ദമാണ്. കുഞ്ഞുമോൻ ഒരു ഗ്ലാസ് ചൂടുള്ള ചുക്കുകാപ്പിയുമായി അങ്ങോട്ട് വന്നു. സാറേ, നാട്ടിലൊരു സംസാരമുണ്ട്. ലോഹിതാക്ഷന്റെ സഹോദരി മീര മരിച്ചിട്ടില്ല എന്ന്. ആ കുളത്തിൽ ചാടിയത് മീരയായിരുന്നില്ല, മരിച്ച അവളുടെ വസ്ത്രങ്ങൾ ധരിച്ച മറ്റാരോ ആയിരുന്നു എന്ന്. രുദ്രൻ കാപ്പിയിൽ ഒരു സിപ്പെടുത്തു. കയ്പുള്ള ആ രുചി അയാളുടെ ഉള്ളിലെ സംശയങ്ങളെ ഒന്നുകൂടി ബലപ്പെടുത്തി. കുഞ്ഞുമോനെ, മീരയ്ക്കൊരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നോ? കുഞ്ഞുമോനൊന്ന് ഞെട്ടി. സാറേ, അതെങ്ങനെ അറിഞ്ഞു? നാട്ടുകാർ പറയുന്നത് മീരയ്ക്ക് സുനിത എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്നാണ്. അവൾ ബംഗളൂരുവിൽ നേഴ്സായിരുന്നു. രവീന്ദ്രൻ നായരുടെ ആളുകൾ കാവ് നശിപ്പിച്ചതിനു ശേഷം അവളെ ആരും കണ്ടിട്ടില്ല. രുദ്രൻ ചിരിച്ചു. സുനിത, ലോക്കപ്പിൽ വന്ന ആ നേഴ്സ് സുനിതയായിരുന്നു. അവൾ ലോഹിതാക്ഷനെ സഹായിക്കുകയായിരുന്നു. മീരയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവർ രണ്ടുപേരും ഒത്തുചേർന്നു. ഫെലിക്സ്, സുനിതയുടെ ബാങ്ക് അക്കൗണ്ടുകളൊന്ന് പരിശോധിക്കൂ. ബംഗളൂരുവിലെ ഏതെങ്കിലും ആശുപത്രിയിൽ അവൾ ജോലി ചെയ്തിരുന്നുവെന്ന് നോക്കണം. രുദ്രൻ പതുക്കെ എഴുന്നേറ്റു. അയാൾ ഹോളിന്റെ നടുവിൽ പോയി അനങ്ങാതെ നിന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ. അയാൾക്ക് മുന്നിൽ 5 വർഷം മുൻപുള്ള ആ രാത്രിയിലെ ലോക്കപ്പ് സീൻ തെളിഞ്ഞു വന്നു. സുനിത രാഘവൻ ഇഞ്ചക്ഷൻ നൽകുന്നു. ലോഹിതാക്ഷൻ തെയ്യം സ്യൂട്ട് ധരിക്കുന്നു. ഇതൊരു വലിയ ഗൂഢാലോചനയാണ് ഫെലിക്സ്. രുദ്രൻ കണ്ണു തുറന്നു പറഞ്ഞു. രാഘവൻ ലോക്കപ്പിലായിരുന്നത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മറവായിരുന്നു. പോലീസ് ലോക്കപ്പിൽ രാഘവനുണ്ടെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷെ ആ രാത്രിയിൽ ലോക്കപ്പിൽ രാഘവനായിരുന്നില്ല.
ഫെലിക്സ് അമ്പരന്നു. സർ, അതെങ്ങനെ സാധ്യമാകും? പാറാവുകാരൻ സോമൻ പറഞ്ഞത് രാഘവൻ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ? സോമൻ കണ്ടത് ഒരു നിഴലിനെയാണ് ഫെലിക്സ്. സുനിത നൽകിയ ഇഞ്ചക്ഷൻ രാഘവനെ ബോധരഹിതനാക്കി. ആ തക്കത്തിന് ലോഹിതാക്ഷൻ ലോക്കപ്പിനുള്ളിൽ കയറി. രാഘവന്റെ വേഷം ലോഹിതാക്ഷൻ ധരിച്ചു. സോമൻ കണ്ട ആ ഉറഞ്ഞുതുള്ളൽ ലോഹിതാക്ഷന്റെ അഭിനയമായിരുന്നു. അതിനുശേഷം ലോഹിതാക്ഷൻ ലോക്കപ്പിൽ നിന്നും പുറത്തിറങ്ങി തെയ്യം സ്യൂട്ട് ധരിച്ച് രവീന്ദ്രൻ നായരുടെ തറവാട്ടിലേക്ക് പോയി. ആ സമയം സുനിത ലോക്കപ്പിൽ രാഘവന്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞുമോൻ തന്റെ കൈത്തണ്ടയിലെ ചരടിൽ മുറുക്കി പിടിച്ചു. സാറേ, അപ്പോൾ ഒരേ സമയം ലോഹിതാക്ഷൻ 2 വേഷം കെട്ടുകയായിരുന്നു അല്ലേ? അതേ കുഞ്ഞുമോനെ, അതുകൊണ്ടാണ് ആ തെയ്യത്തിന് 12 അടി ഉയരം തോന്നിച്ചത്. ലോഹിതാക്ഷൻ ഉയരമുള്ളയാളാണ്. സ്യൂട്ട് കൂടി വന്നപ്പോൾ അത് ഭീമാകാരമായി. ഫെലിക്സ്, നമുക്ക് സുനിതയെ കണ്ടെത്തണം. അവൾ ഇപ്പോഴും കണ്ണൂരിലെവിടെയോ ഒളിച്ചു താമസിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ രുദ്രനും സംഘവും ഇടുക്കിയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു. സുനിത അവിടെ ഒരു ചെറിയ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് സൈബർ സെൽ കണ്ടെത്തിയിരുന്നു. വഴിയിലുടനീളം രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അയാൾ തന്റെ അച്ഛന്റെ പഴയ ഡയറിയിലെ ഒരു വാചകമോർത്തു: സത്യം എപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്തു തന്നെ ഉണ്ടാകും, പക്ഷേ നിങ്ങൾ നോക്കുന്നത് ദൂരെയുള്ള നിഴലുകളിലേക്കായിരിക്കും. ഗ്രാമത്തിലെത്തിയപ്പോൾ വല്ലാത്തൊരു നിശബ്ദത അവരെ വരവേറ്റു. സുനിത താമസിക്കുന്ന വീട് ഒരു ചെറിയ കുന്നിനു മുകളിലായിരുന്നു. അവർ പതുക്കെ മുകളിലേക്ക് നടന്നു. കുഞ്ഞുമോൻ ഒരു ചെറിയ പരിഭ്രമത്തിലായിരുന്നു. സാറേ, സുനിത എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ? അവൻ ചോദിച്ചു. ഇല്ല കുഞ്ഞുമോനെ, അവൾ കാത്തിരിക്കുകയായിരുന്നു. 5 വർഷമായി അവൾ ഈ സത്യം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാരം അവൾക്കറിയാം. വീടിന്റെ വാതിൽ തുറന്നപ്പോൾ സുനിത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു സമാധാനം മുഖത്തുണ്ടായിരുന്നു. രുദ്രനെ കണ്ടപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റു. നിങ്ങൾ വരുമെന്നെനിക്കറിയാമായിരുന്നു. ലോഹിതാക്ഷൻ എപ്പോഴും പറയാമായിരുന്നു, ഒരു ദിവസം ഒരു പാലക്കാട്ടുകാരൻ പോലീസ് വരുമെന്ന്. രുദ്രൻ അവളുടെ മുന്നിലിരുന്നു. സുനിത, ഞങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ നിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം. അന്ന് രാത്രി ലോക്കപ്പിൽ എന്താണ് സംഭവിച്ചത്? സുനിത ഒന്ന് ദീർഘശ്വാസം വിട്ടു. എന്റെ സഹോദരി മീര, അവൾ ആ കുളത്തിൽ വീണ് മരിച്ചപ്പോൾ രവീന്ദ്രൻ നായർ ചിരിക്കുകയായിരുന്നു. ആ ചിരി ലോഹിതാക്ഷനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ ആ റോബോട്ടിക് സ്യൂട്ട് നിർമ്മിച്ചത് രവീന്ദ്രനെ കൊല്ലാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അവന്റെ അഹങ്കാരത്തെ തകർക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിന് മാത്രമേ രവീന്ദ്രനെ ശിക്ഷിക്കാൻ കഴിയൂ എന്ന് ലോഹിതാക്ഷൻ വിശ്വസിച്ചു. അവൾ തുടർന്നു. അന്ന് രാത്രി ഞാൻ രാഘവനെ മയക്കി. ലോഹിതാക്ഷൻ ലോക്കപ്പിൽ രാഘവനായി അഭിനയിച്ചു. ഇടയ്ക്കവൻ പുറത്തിറങ്ങി തെയ്യം സ്യൂട്ട് പനിച്ചു. തറവാട്ടിലെത്തിയപ്പോൾ അവനൊരു ദൈവമായി മാറി. രവീന്ദ്രൻ നായർ ആ സ്യൂട്ട് കണ്ട് പേടിച്ചു വിറച്ചു. ലോഹിതാക്ഷൻ അവനെ കൊന്നത് ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് ഒരു പ്രകൃതിയുടെ ശക്തിയായിട്ടാണ്. ഫെലിക്സ് ഇടയ്ക്ക് കയറി. പക്ഷേ ആ മതിൽച്ചാട്ടം അതെങ്ങനെ സാധ്യമായി? ആ സ്യൂട്ടിൽ നൈട്രജൻ പ്രഷർ പിസ്റ്റണുകളുണ്ടായിരുന്നു. അതൊരു വലിയ സ്പ്രിങ് പോലെ പ്രവർത്തിച്ചു. ലോഹിതാക്ഷൻ ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ടെക്നോളജിയാണത്. മതിൽ ചാടിയ ശേഷം അവൻ സ്യൂട്ട് ഊരിമാറ്റി വെയർഹൌസിൽ ഒളിപ്പിച്ചു. എന്നിട്ട് തിരികെ ലോക്കപ്പിൽ വന്ന് കയറി. സോമൻ പാറാവുകാരൻ ഉറക്കത്തിലായിരുന്നു. രുദ്രൻ എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. സുനിത, നീ ചെയ്തത് നിയമപരമായി തെറ്റാണ്. പക്ഷേ ഒരു സഹോദരി എന്ന നിലയിൽ നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. പക്ഷെ ലോഹിതാക്ഷൻ, അവനിപ്പോൾ എവിടെയുണ്ട്? സുനിത പതുക്കെ ചിരിച്ചു. അവൻ മരിച്ചുപോയി സാറേ. 3 വർഷം മുമ്പ് ആ സ്യൂട്ട് നിർമ്മിക്കുമ്പോഴുണ്ടായ കെമിക്കൽ റിയാക്ഷൻ കാരണം അവന് ശ്വാസകോശ ക്യാൻസർ വന്നിരുന്നു. അവൻ മരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, രുദ്രൻ സാർ വരുമ്പോൾ ഈ രഹസ്യം പറയണമെന്ന്. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അയാൾ ജനലിലൂടെ പുറത്തെ മലനിരകളിലേക്ക് നോക്കി. 10 മിനിറ്റോളം അയാൾ അവിടെ അനങ്ങാതെ നിന്നു. രുദ്രന്റെ അവസാനത്തെ മെഡിറ്റേഷൻ. കുഞ്ഞുമോൻ സുനിതയുടെ കൈകളിലൊന്ന് പിടിച്ചു. മോളെ, നീ സങ്കടപ്പെടണ്ട, ദൈവം എല്ലാം കാണുന്നുണ്ട്. രുദ്രൻ തിരിഞ്ഞു നടന്നു. ഫെലിക്സ്, നമുക്ക് തിരിച്ചുപോകാം. കേസ് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ റിപ്പോർട്ടിൽ എന്തെഴുതണമെന്ന് എനിക്ക് ആലോചിക്കണം. വഴിയിലുടനീളം വണ്ടിയിൽ നിശബ്ദതയായിരുന്നു. രുദ്രൻ തന്റെ ഡയറിയിൽ അവസാനത്തെ കുറിപ്പെഴുതി. ചിലപ്പോൾ നിയമത്തേക്കാൾ വലുതാണ് നീതി. പക്ഷേ ആ നീതിക്ക് വലിയൊരു വില നൽകേണ്ടിവരും. 7 ദിവസങ്ങളെന്നത് ഒരു വലിയ കാലയളവല്ല. പക്ഷേ ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തെ മുഴുവൻ ചോദ്യം ചെയ്യാൻ അത് മതിയാവും. രുദ്രൻ നായർ കണ്ണൂർ പോലീസ് ക്ലബിന്റെ ബാൽക്കണിയിലിരുന്ന് താഴെ ഒഴുകുന്ന പുഴയിലേക്ക് നോക്കി. അയാളുടെ കയ്യിൽ ആ പതിവ് കറുത്ത കാപ്പിയുണ്ട്. പക്ഷെ ഇന്നതിന് അല്പം കയ്പ് കൂടുതലായി തോന്നി. സർ, ലോഹിതാക്ഷന്റെ ലാബിൽ നിന്നും കിട്ടിയ ആ എക്സോസ്കെലറ്റൻ സ്യൂട്ട്
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറി, ഫെലിക്സ് പതുക്കെ പറഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു വിജയിയുടെ ഭാവമില്ലായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിൽ ഇങ്ങനെയൊരു കേസുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാകുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ സത്യം പുറംലോകം അറിയുന്നത് നല്ലതാണോ എന്നെനിക്ക് സംശയമുണ്ട്. കുഞ്ഞുമോൻ ചായയുമായി അങ്ങോട്ട് വന്നു. സാറേ, നാട്ടുകാരിപ്പോഴും വിശ്വസിക്കുന്നത് മുത്തപ്പൻ നേരിട്ട് വന്ന് ശിക്ഷിച്ചതാണ് എന്നാണ്. സത്യം പറഞ്ഞാൽ അവർക്കതാണിഷ്ടം. നീതിയേക്കാൾ വലിയൊരു അത്ഭുതമായിട്ടാണ് അവരിതിനെ കാണുന്നത്. രുദ്രൻ കാപ്പി ഗ്ലാസ് താഴെ വെച്ചു. കുഞ്ഞുമോനെ, പാലക്കാട് ഒരു ചൊല്ലുണ്ട്, നീതിയേക്കാൾ മൂർച്ചയുള്ള വാൾ ദൈവത്തിന്റെ കയ്യിലില്ല എന്ന്. ലോഹിതാക്ഷൻ ചെയ്തത് കൊലപാതകമാണ്. പക്ഷേ രവീന്ദ്രൻ നായർ ചെയ്തത് അതിലും വലിയ പാപമായിരുന്നു. ഒരു പിഞ്ച് ജീവനെ JCB കയറ്റിക്കൊന്നവന് നിയമം നൽകിയ ശിക്ഷ വെറുമൊരു ജാമ്യമായിരുന്നു. ആ നീതികേടാണ് ലോഹിതാക്ഷനെ ഒരു ദൈവത്തിന്റെ വേഷം കെട്ടിച്ചത്. ഫെലിക്സ് തന്റെ ഫയലുകൾ ഒന്നുകൂടി ക്രമീകരിച്ചു. സർ, സുനിതയുടെ കാര്യം എന്താണ് ചെയ്യുക? അവൾ ഗൂഢാലോചനയിൽ പങ്കാളിയാണല്ലോ. നിയമപരമായി അവളെ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. രുദ്രൻ 10 മിനിറ്റോളം ഒന്നും മിണ്ടിയില്ല. രുദ്രന്റെ അവസാനത്തെ മെഡിറ്റേഷൻ. അയാൾക്ക് മുന്നിൽ സുനിതയുടെ മുഖം തെളിഞ്ഞുവന്നു. തന്റെ സഹോദരിക്കും കുഞ്ഞിനും വേണ്ടി 5 വർഷം നീതിക്ക് കാത്തിരുന്ന ഒരു സ്ത്രീ. ഫെലിക്സ്, നമുക്ക് ലഭിച്ച എവിഡൻസ് ലോഗ് ഒന്നുകൂടി നോക്കൂ. രുദ്രൻ പതുക്കെ എഴുന്നേറ്റു. ഫെലിക്സ്, എന്റെ റിപ്പോർട്ടിൽ ഞാൻ സുനിതയെപ്പറ്റി ഒന്നും എഴുതുന്നില്ല. ലോഹിതാക്ഷൻ ഒറ്റയ്ക്കാണിത് പ്ലാൻ ചെയ്തത് എന്ന് ഞാൻ രേഖപ്പെടുത്തും. അയാളൊരു മരിച്ച മനുഷ്യനാണ്. മരിച്ചവരോട് നിയമത്തിന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഫെലിക്സ് ഒന്ന് ഞെട്ടി. സർ, അത് സ്കോട്ട്ലൻഡ് യാർഡ് പ്രോട്ടോക്കോളിന് വിരുദ്ധമാണ്. ഇത് ഐറിഷ് നിയമങ്ങൾക്കും വിപരീതമാണ്. രുദ്രൻ ഫെലിക്സിന്റെ തോളിൽ കൈവച്ചു. ഫെലിക്സ്, നിന്റെ ശാസ്ത്രം സത്യം കണ്ടുപിടിക്കും. പക്ഷേ എന്റെ അനുഭവം നീതി നടപ്പിലാക്കും. ചിലപ്പോൾ നിയമത്തേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ കണ്ണുനീർ. സുനിതയെ ജയിലിലാക്കിയാൽ ആർക്കെന്തു കിട്ടും? രവീന്ദ്രൻ നായർക്ക് മുകളിൽ ഒരു വിജയം നേടാൻ നിയമത്തിന് ഇതിനകം തന്നെ ലോഹിതാക്ഷന്റെ മരണത്തിലൂടെ കഴിഞ്ഞു. കുഞ്ഞുമോൻ ആശ്വസ്തയോടെ ഒന്ന് പുഞ്ചിരിച്ചു. സാറേ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. പാലക്കാട്ടെ കാറ്റിന് ഇത്രയും ദയയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ അവർ ആ പഴയ മുത്തപ്പൻ കാവിലേക്ക് ഒരിക്കൽ കൂടി പോയി. ആ കാവിപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. രവീന്ദ്രൻ നായർ നികത്തിയ കുളം നാട്ടുകാർ വൃത്തിയാക്കി. ആ കുളക്കടവിൽ രാഘവൻ ഇരിപ്പുണ്ടായിരുന്നു. രുദ്രനെ കണ്ടപ്പോൾ അയാൾ എഴുന്നേറ്റ് തൊഴുതു. സാറേ, സത്യം വെളിച്ചത്ത് വന്നുവെന്നറിഞ്ഞു. മുത്തപ്പൻ സാറിനെ തുണയ്ക്കും, രാഘവൻ വിതുമ്പലോടെ പറഞ്ഞു. രാഘവ, സത്യം വെളിച്ചത്ത് വന്നത് എന്റെ മിടുക്കുകൊണ്ടല്ല. ലോഹിതാക്ഷൻ തന്റെ പ്രായശ്ചിത്തം നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു. ഈ മണ്ണിൽ ഇനി ആരും ചോര വീഴ്ത്തരുത്. ഇത് മുത്തപ്പന്റെ മണ്ണാണ്. ഇവിടെ നീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രുദ്രൻ പതുക്കെ നടന്നു. വഴിയിലുടനീളം അയാൾ ആ പഴയ കാവിനെ നോക്കി. കാട്ടിൽ ഇലകൾ ആടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം ഒരു ചിലമ്പൊലി പോലെ അയാൾക്ക് തോന്നി. ആ 12 അടി ഉയരമുള്ള ലോഹത്തെയ്യം ഇപ്പോൾ രുദ്രന്റെ മനസ്സിൽ ഒരു യന്ത്രമായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യന്റെ സങ്കടത്തിന്റെ ഭീമാകാരമായ രൂപമായിരുന്നു. ലോക്കപ്പിലുണ്ടായിരുന്നത് രാഘവനായിരുന്നില്ല. വൈകുന്നേരം അവർ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. മഹീന്ദ്ര ബൊലേറോ ഹൈവേയിലൂടെ പാലക്കാട് ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിലിരുന്നുകൊണ്ട് കുഞ്ഞുമോൻ പാട്ട് പാടുന്നുണ്ട്. ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ അടുത്ത കേസിനായുള്ള വിവരങ്ങൾ തിരയുന്നു. രുദ്രൻ മാത്രം ജനലിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. കണ്ണൂരിലെ ആ ചുവന്ന ആകാശം പതുക്കെ ഇരുളാൻ തുടങ്ങിയിരുന്നു. രുദ്രൻ തന്റെ ഡയറിയിലെ അവസാനത്തെ പേജിൽ എഴുതി, നിയമമെന്നത് വെറുമൊരു പുസ്തകമാണ്. അതിലെ അക്ഷരങ്ങളെക്കാൾ വലുത് മനുഷ്യന്റെ ജീവിതമാണ്. ചില കേസുകൾ തെളിയിക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്നു, ചിലത് തെളിയിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാകുന്നു. രുദ്രൻ തന്റെ ഫ്ലാസ്കിലെ ബാക്കി വന്ന കാപ്പി പുറത്തേക്കൊഴിച്ചു. എന്നിട്ട് കണ്ണുകൾ അടച്ചു. ആ പാലക്കാടൻ കാറ്റ് ഇപ്പോൾ അയാളെ തലോടാൻ തുടങ്ങിയിരുന്നു. കണ്ണൂരിലെ ആ ചുവന്ന ഉറഞ്ഞുതുള്ളൽ ഒരു സ്വപ്നം പോലെ അയാൾക്ക് തോന്നി. പക്ഷേ ആ കാവിൽ വിരിഞ്ഞ പുതിയ ആൽമരത്തിന്റെ തൈ, അത് സത്യമായിരുന്നു.